Hello everyone, welcome to the channel EduScore. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 7 ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ദി എൻവയൺമെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എൻവയൺമെൻറ്റ് എന്താണ്, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, എബയോട്ടിക് ആൻഡ് ബയോട്ടിക് തിങ്സ് എന്തൊക്കെയാണ് എൻവയൺമെൻറ്റിൻ്റെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു സീ ദറ്റ് വീഡിയോ ദെൻ ഐ ഹാവ് ഇറ്റ് ലിങ്ക് ഡൗൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ. And now without further ado, let's get started with today's video. So in today's video നമ്മൾ natural environment and human environment എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. So looking at natural environment. Land, water, air, plants and animals comprise the natural environment. You are familiar with the meaning of lithosphere, hydrosphere, atmosphere and biosphere from your previous class. Let us learn some more facts about these domains. So ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്സ്, അനിമൽസ് ഇതെല്ലാം നാച്ചുറൽ എൻവയൺമെൻറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിൽ ലാൻഡ്, എയർ, വാട്ടർ ഇതെല്ലാം അബയോട്ടിക് കോമ്പണൻസ് ആണ്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇസ് ദി ബയോട്ടിക് കോമ്പണൻറ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ എന്താണെന്ന് ഈ ഡയഗ്രാമിൽ നിന്നും പഠിച്ചു. കോമ്പണൻസ് ഓഫ് എൻവയൺമെൻറ്റ് എന്നുള്ള ഡയഗ്രാമിൽ നിന്നും പഠിച്ചു. So let us look into the detail of what these things are. Okay, before we go into that, let us look at this word origin. Environment, French word environner or environner meaning neighborhood. So environment എന്ന വേർഡ് ഇത് വന്നത് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്, which means neighborhood, and the French word is environner. നിങ്ങൾ അഥവാ സ്കോളർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. And now let us look at this let's do item. Look at your surroundings. Make a list of uses that the land in your neighborhood is being put into. നമ്മളെ നെയ്ബർഹുഡിലുള്ള ലാൻഡിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് ആക്ടിവിറ്റീസ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് അതിന് കമൻസിൽ പറയാം. ഫോർ എക്സാമ്പിൾ എൻ്റെ നെയ്ബർഹുഡിനെ പറ്റി ഞാൻ പറയാം. എൻ്റെ നെയ്ബർഹുഡിലെ ലാൻഡിന് ഇവിടെ അവരൊരു ഷോപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറി വെക്കുന്ന ഒരു ഷോപ്പ് ആക്കിയിട്ടുണ്ട്. ആൻഡ് അപ്പുറത്തെ ലാൻഡിന് അവരൊരു കാഫെയാണ് ആക്കിയത്. ആൻഡ് പിന്നലത്തെ ലാൻഡിന് അവരൊരു ഫുട്ബോൾ ഗ്രൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ സറൗണ്ടിങ് ആൻഡ് ദ യൂസസ് ഓഫ് ദ ലാൻഡ് ദറ്റ് ദേ ഹാവ് ഡൺ ഇൻ മൈ സറൗണ്ടിങ്. പ്ലീസ് ലെറ്റ് മീ നോ നിങ്ങളുടെ സറൗണ്ടിങ് ലാൻഡിനെ എങ്ങനെയാണ് അവർ യൂസ് ചെയ്തത് എന്ന്. ഓക്കെ, നൗ ലെറ്റ് us look at lithosphere. Lithosphere is the solid crust or the hard top layer of Earth. It is made up of rocks and minerals and covered by a thin layer of soil. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ എർത്തില്ലേ, എർത്തിൻ്റെ മേലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ അതിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ആ ടോപ്പ് മോസ്റ്റ് ലെയർ, സോ എർത്തിൻ്റെ ക്രസ്റ്റ് ഉണ്ട്. ക്രസ്റ്റ് ഇസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്. സോ എർത്തിന് ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെ ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് സോളിഡ് ക്രസ്റ്റ്. ആൻഡ് ഈ ടോപ്പ് മോസ്റ്റ് ലെയറിൽ മണ്ണുണ്ട്, വലിയ കല്ലുകളുണ്ട്, ചെറിയ കല്ലുകളുണ്ട്, കുറേ മിനറൽസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ള മെയിൻ കോമ്പണൻസ്. സോ ദ ടോപ്പ് മോസ്റ്റ് ലെയർ ദാറ്റ് ഈസ് ദ ലിത്തോസ്ഫിയർ ഈസ് ദ സോളിഡ് ക്രസ്റ്റ് ഓർ ദി ഹാർഡ് ടോപ്പ് ലെയർ ഓഫ് എർത്ത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്, മിനറൽസ് covered by a thin layer of soil. It is an irregular surface with various landforms such as mountains, plateaus, plains, valleys, etc. Landforms are found over the continents and also on the ocean floors. നമ്മളൊരു റബ്ബർ ബോളിനെ എടുത്ത് നോക്കിയാൽ അത് എല്ലായിടത്തും നല്ല സ്മൂത്ത് ആയിട്ട് നല്ല റെഗുലർ ആയിട്ടുള്ള സർഫേസാണ് അതിനുള്ളത്. ബട്ട് എർത്ത് അങ്ങനത്തെ ഒരു ബോൾ അല്ല. അതിൻ്റെ സർഫേസിൽ കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഉണ്ട്, വിച്ച് ആർ നോൺ ആസ് മൗണ്ടൻസ്, മലകളുണ്ട്, പ്ലാറ്റൂസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, ഫീൽഡ്സ് ഉണ്ട്, വാലീസ് ഉണ്ട്. ഓൾ ദീസ് ആർ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് പ്രസൻറ്റ് ഓൺ ദി എർത്ത്. നമ്മൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് അത് വെറും ലാൻഡിലല്ല ഉള്ളത്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് കാണുന്ന ലാൻഡിൽ മാത്രമേ ഈ മൗണ്ടൻസ്, പ്ലാറ്റൂസ് ഇതൊക്കെ ഉള്ളൂ എന്ന്. ബട്ട് നമ്മൾ കടലിലും ഇതൊക്കെ ഉണ്ട്. നമ്മൾ കടലിൻ്റെ അടി എങ്ങനെയാണ്, അതും ഒരു ലാൻഡ് തന്നെയാണ്. അതിൻ്റെ മേലെ കുറേ വെള്ളം ഉണ്ടെന്നല്ലേ ഉള്ളൂ. സോ ഓൾ ദീസ് ലാൻഡ് ഫോംസ് ദേ ആർ പ്രസൻറ്റ് ഓൺ ദി ഓഷ്യൻ ഫ്ലോർസ് ആസ് വെൽ. മരിയാന ട്രെഞ്ച് എന്ന് കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ്
ഏരിയ ഓഫ് ദി ഓഷൻ. അതൊരു ട്രെഞ്ചാണ്. ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കുഴി, പെട്ടെന്നുള്ളൊരു കുഴി. ഈ മരിയാന ട്രെഞ്ച് അത് ദാറ്റ് ഈസ് 11 കിലോമീറ്റർ ഡീപ്പ്. സോ നമ്മൾ മൗണ്ട് എവറസ്റ്റിനെ എടുത്തിട്ട് ഈ മരിയാന ട്രെഞ്ചിൻ്റെ അകത്തേക്ക് ഇട്ടാലും ഇനിയും 2.5 കിലോമീറ്റർ ബാക്കി ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ദാറ്റ് ബിഗ്. ഓക്കെ, സോ അങ്ങനെ പല പല ലാൻഡ് ഫോംസ് നമ്മൾ ഓഷ്യൻസിലും ഉണ്ട്, നമുക്ക് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, so landforms are found over the continents as well as on the ocean floors. Lithosphere is the domain that provides us forests, grasslands for grazing, land for agriculture and human settlements. It is also a source of mineral wealth. നമുക്ക് കിട്ടുന്ന എല്ലാ മിനറൽസും, artificial minerals, all these are present in the ലിത്തോസ്ഫിയർ, നമ്മൾ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് എർത്ത്. ആൻഡ് ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഇവിടെയാണ് ഫോറസ്റ്റ് ഉള്ളത്, അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുന്നത്, അനിമൽസ് ജീവിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഈ ലിത്തോസ്ഫിയറിലാണ്. സോ ഇഫ് യു ലുക്ക് ഇൻ ടു ദിസ് ഡയഗ്രാം യു ക്യാൻ സീ ഓൾ ദ ഡൊമെയിൻസ് ഓഫ് എർത്ത്. സോ ലിത്തോസ്ഫിയർ നമുക്കിവിടെ കാണാം, അവിടെ കുറേ വീടുണ്ടാക്കിയിട്ടുണ്ട്, മരങ്ങളുണ്ട്, അതൊക്കെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ. വെയർ ഡസ് ദ വാട്ടർ യു യൂസ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ കം ഫ്രം? Make a list of different uses of water in our daily life. Have you seen anyone wasting water? How? So first question, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? അത് നമുക്ക് പുഴകളിൽ നിന്നും ലേക്സിൽ നിന്നാണ് നമ്മൾ ഈ വെള്ളത്തിനെ എടുക്കുന്നത്. ബട്ട് ഈ വെള്ളം നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ലേക്കൊന്നും ഉണ്ടാവില്ല, എന്നിട്ടും നമുക്ക് വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത്? വി ഗെറ്റ് ഇറ്റ് ത്രൂ പൈപ്സ് അല്ലേ? ഗവൺമെൻറ് ഹാസ് പുട്ട് അപ്പ് പൈപ്സ് ആൻഡ് ആ പൈപ്പ് സപ്ലൈഡ് ഓരോ വീട്ടിലേക്കും ഇങ്ങനെ വന്നിട്ട് നമുക്ക് നമ്മളെ ടാപ്പിൽ നിന്നും തുറന്നാൽ നമുക്ക് വെള്ളം കിട്ടുന്നതാണ്. Make a list of different uses of water in our daily life. So water, we use it for drinking, use it for cooking, bathing, cleaning, everything, agriculture. There are lots of things that we use water for. Have you seen anyone wasting water? നമുക്ക് വേണ്ടത്ര വെള്ളത്തിനെ കാട്ടും അധികം നമ്മൾ എടുത്തിട്ട് പിന്നെ അതിനെ കളയുമ്പോഴാണ് നമ്മൾ വേസ്റ്റ് ചെയ്യാന്ന് പറയാം അല്ലേ? So for example, when you're brushing your teeth, do you keep your tap open the entire time? നിങ്ങൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം നിങ്ങൾ ടാപ്പ് ഓപ്പൺ ചെയ്തിട്ടാണോ വെക്കാറ്? Please let me know in the comments. While you're brushing your teeth, keep the tap open only when you're needing that water. നിങ്ങൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ മാത്രം ആ ടാപ്പ് തുറക്കുക, ബാക്കി സമയത്ത് അതിനെ പൂട്ടി വെക്കുക. അല്ലെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഗെറ്റ്സ് വേസ്റ്റഡ്, റൈറ്റ്? പിന്നെ നമ്മളിപ്പം കുടിക്കേണ്ടിയിട്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, കുറച്ച് കുടിച്ചു, എന്നിട്ട് ബാക്കി നമ്മൾ കളഞ്ഞു. അപ്പം വി ഹാവ് വേസ്റ്റഡ് ഓൾമോസ്റ്റ് 1 ഗ്ലാസ് ഓഫ് വാട്ടർ. ജസ്റ്റ് ഇമാജിൻ വേറെ ഒരു പ്ലാന്റിന് അല്ലെങ്കിൽ വേറെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്, ലൈക്ക് ദർ ആർ സോ മെനി പ്ലേസസ് ഇൻ ദിസ് വേൾഡ് വെയർ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് വാട്ടർ, റൈറ്റ്? സോ അവർക്ക് ആ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എത്ര യൂസ്ഫുൾ ആയിരിക്കും അല്ലേ, നമ്മൾ ഈ കളയുന്ന വെള്ളം. സോ വി ഷുഡ് ഓൾവേസ് ബി മൈൻഡ്ഫുൾ of water. And if you see a tap which is open, which is not in use, please close it. You'll be saving a lot of water. So we should always be mindful of not wasting water. Now let us look at the second domain, which is hydrosphere. As you can see ഈ ഡയഗ്രാമിൽ നമുക്ക് ദ ഹൈഡ്രോസ്ഫിയറിൽ ഇവിടെ ഒരു ലേക്ക് അല്ലെങ്കിൽ റിവർ എന്ന് പറയാം, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ ബോട്ട്സ് കാണുന്നുണ്ട്, ആനിമൽസ് ആൻഡ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. സോ animals, humans and plants, they all survive on the water as well. The domain of water is referred to as hydrosphere. It comprises of various sources of water and different types of water bodies like rivers, lakes, sea, oceans, etc. It is essential for all living organisms. നമുക്ക് എല്ലാവർക്കും വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So hydrosphere is a group of all sources of water. സോ നമുക്ക് എവിടെ നിന്നൊക്കെയാണോ വെള്ളം കിട്ടുന്നത്, ദാറ്റ് ഫോംസ് എ പാർട്ട് ഓഫ് ഹൈഡ്രോസ്ഫിയർ. ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ബോഡീസ് വിച്ച് ഫോം എ പാർട്ട് ഓഫ് ഹൈഡ്രോസ്ഫിയർ ആർ റിവേഴ്സ്, ലേക്സ്, സീസ്, ഓഷ്യൻസ്, എക്സെട്ര. സോ ഇതെല്ലാം വാട്ടർ ബോഡീസ് ആണ്. ലെറ്റ് us look at this. Let's do. Observe the sky while coming to school. Make a note whether the day is cloudy, sunny, rainy, foggy, etc. സ്കൈയിൽ കുറേ ക്ലൗഡ് ഉണ്ടോ, അല്ല തീരെ ക്ലൗഡ്സ് ഇല്ലേ, അല്ല റെയിനി ആണോ, അല്ല മഞ്ഞ് പെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങൾ അടുത്തുള്ള സറൗണ്ടിങ്? പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. സോ ദ നെക്സ്റ്റ് ഡൊമെയിൻ ദറ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഇസ് ദി അറ്റ്മോസ്ഫിയർ. സോ അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളെ ചുറ്റുമുള്ള എല്ലാം എയർ ആണ്. ദി അറ്റ്മോസ്ഫിയർ ഇസ് ദ തിൻ ലെയർ ഓഫ് എയർ ദറ്റ് സറൗണ്ട്സ് ദി എർത്ത്. ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത് ഹോൾഡ്സ് ദി അറ്റ്മോസ്ഫിയർ അറൗണ്ട് ഇറ്റ്. നമ്മൾ എർത്തിൻ്റെ ചുറ്റുമുള്ള എയറിന്
ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ എർത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. എർത്തിൻ്റെ വെയിറ്റ് കാരണം അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ടാണ്, അതിനാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ശക്തി എർത്തിലേക്ക് എല്ലാം പുള്ള് ചെയ്യും. നമ്മൾ പെന്ന് താഴോട്ടിട്ടാൽ പെന്ന് താഴെ വീഴുന്നില്ലേ? നമ്മൾ കയ്യിൽ ബോൾ ഉണ്ടെങ്കിൽ കൈ വിട്ടാൽ ബോൾ താഴോട്ട് വീഴും. The reason why it's falling is because of Earth's gravitational force. The pull that Earth has is known as gravitational force. So ആ ഒരു ഫോഴ്സ് കാരണമാണ് ഈ എയർ നമ്മൾ എർത്തിൻ്റെ ചുറ്റും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. It protects us from the harmful rays and scorching heat of the sun. It consists of a number of gases, dust and water vapor. The changes in the atmosphere produces changes in weather and climate. സോ ഇത് വായിച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, അറ്റ്മോസ്ഫിയർ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അറ്റ്മോസ്ഫിയറാണ് നമ്മൾ എർത്തിനെ സണ്ണിൽ നിന്നും വരുന്ന ചൂടിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സണ്ണിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, അതിൽ നിന്നും അങ്ങനത്തെ പല റേസ് ഉണ്ട് സണ്ണിൽ നിന്നും വരുന്ന അതിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറാണ്. അറ്റ്മോസ്ഫിയറിൽ കുറേ ഗ്യാസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, അങ്ങനെ പല ഗ്യാസസും ഉണ്ട്. ആൻഡ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. വാട്ടർ വേപ്പർ അറിയില്ലേ, നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്, മോയ്സ്ചർ കണ്ടൻറ്റ്, ഇതെല്ലാം ഉണ്ട്. The changes in the atmosphere produces changes in weather and climate. അറ്റ്മോസ്ഫിയറിൽ ഓരോ ഡിഫറൻസസ് വരില്ലേ, പ്രഷർ ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇത് കാരണമാണ് മഴ പെയ്യുന്നതും വെതർ മാറുന്നതും ക്ലൈമറ്റ് മാറുന്നതും. So atmosphere is very important for all the other domains. Now let us look at the next domain, which is the biosphere. Plant and animal kingdom together make biosphere or the living world. It is a narrow zone of the earth where land, water and air interact with each other to support life. Biosphere is the narrow zone of earth where land, water, air interact with each other to support life. So നമ്മൾ ഈ ബാക്കി മൂന്ന് സ്ഫിയേഴ്സ് ഇല്ലേ, ദാറ്റ് ഈസ് ഡൊമെയിൻസ്, ലാൻഡ്, വാട്ടർ ആൻഡ് എയർ, അതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ബയോസ്ഫിയർ ഉണ്ടാവാൻ പറ്റുന്നത്. സോ ബയോസ്ഫിയറിലുള്ളത് പ്ലാന്റ്സും ആനിമൽസും ആണ്, ജീവൻ. ഓക്കെ, ഓൾ ദ ലൈഫ് ദാറ്റ് വി ഹാവ് ഓൺ എർത്ത് ഇസ് ബിക്കോസ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ടുഗെദർ ഇൻറ്ററാക്ട് വെരി വെൽ ആൻഡ് ഹെൽപ്പ് ഇൻ സസ്റ്റെയിനിങ് ലൈഫ്. നമ്മളെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മൂന്ന് ഡൊമെയിൻസ് ആണ്. So we have covered all the 4 domains of our environment. നമുക്ക് ഈ ചെറിയ ബോക്സിൽ എഴുതിയ എക്കോസിസ്റ്റത്തിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. It is a system formed by the interaction of all living organisms with each other and with the physical and chemical factors of the environment in which they live, all linked by transfer of energy and material. So ecosystem എന്ന് പറഞ്ഞാൽ it's a system in which നമ്മൾ ഈ ലിവിങ് ഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നു. പിന്നെ ലിവിങ് ഓർഗാനിസംസ് നമ്മളെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റിലുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. അതിനോട് സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു ആൻഡ് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. This system is called ecosystem. So for example, I can give you an example of us living organisms. നമ്മൾ ഇവിടെ താമസിക്കുന്നു, നമുക്ക് സൺലൈറ്റ് കിട്ടുന്നു. സൺലൈറ്റ് ഒരു നോൺ ലിവിങ് തിങ് ആണ് അല്ലേ, അതിൽ നിന്നും നമുക്ക് എനർജി ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഫോം ഓഫ് എൻ ഇൻറ്ററാക്ഷൻ. പിന്നെ വേറെ ഒന്ന് നോക്കിയതാണെങ്കിൽ പ്ലാന്റ്സ് സോയിൽ നിന്നും ന്യൂട്രിയൻസ് എടുക്കുന്നുണ്ട്. സോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം, നൈട്രജൻ, അങ്ങനെ പല കൈൻഡ് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്. സോ ദോസ് ആർ നോൺ ലിവിങ് തിങ്സ്, റൈറ്റ്? ബട്ട് പ്ലാന്റ് ഇസ് എ ലിവിങ് തിങ്. സോ പ്ലാന്റ് ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നു, അതിൻ്റെ അകത്തേക്ക് എടുക്കുന്നു ആൻഡ് ഇറ്റ് ഗ്രോസ് ഇറ്റ്സ് ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഓൾ. സോ അങ്ങനെ നോക്കുമ്പോൾ എനർജി മെറ്റീരിയൽ എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് പ്ലാന്റ് സൺലൈറ്റ് എടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്നും എനർജി എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിട്ട്. വാട്ട് ഈസ് എൻ എക്കോസിസ്റ്റം? At an NCC camp that Ravi's class was attending, Jessie exclaimed, "What a heavy downpour. It reminds me of my home in Kerala. You should come and see how it pours and pours and pours over the lush green fields and coconut plantations." So ഒരു NCC ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ജെസ്സി പറഞ്ഞു അത് എന്തൊരു മഴയാണ്, ഡൗൺ പോർ എന്ന് പറഞ്ഞാൽ മഴ. ഓക്കെ, വാട്ട് എ ഹെവി ഡൗൺ പോർ.
എനിക്ക് എൻ്റെ വീട് ഓർമ്മ വരുന്നു, കേരളത്തിലുള്ള എൻ്റെ വീട് ഓർമ്മ വരുന്നു. അവിടെ നല്ലോണം മഴ പെയ്യും, പോഴ്സ് ആൻഡ് പോഴ്സ് ആൻഡ് പോഴ്സ് എന്നാൽ നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കും. അവിടെ നല്ല പച്ച പാടങ്ങളുണ്ട് ആൻഡ് തെങ്ങും തോട്ടങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഹീര പറഞ്ഞു, ഹീര ഇസ് ഫ്രം ജയ്സൽമേർ. ജയ്സൽമേർ ഇസ് ഇൻ രാജസ്ഥാൻ. ഹീര ഫ്രം ജയ്സൽമേർ എക്സ്പ്ലെയിൻഡ്, we get no rains. We see only kicker and sand as far as the eyes can see. അപ്പം ഹീര പറഞ്ഞു, ഞങ്ങൾക്ക് മഴയെ കിട്ടാറില്ല രാജസ്ഥാനിൽ, ഞങ്ങൾക്ക് ഫുള്ള് സാൻഡും മണ്ണും മാത്രമേ കാണാനുണ്ടാവുള്ളൂ, അങ്ങനെയാണ് ഞങ്ങളെ സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ രവി പറഞ്ഞു, ബട്ട് യു ഓൾസോ ഫൈൻഡ് ക്യാമൽസ്. നിങ്ങൾക്ക് അവിടെ ക്യാമൽ കാണുമല്ലോ. പക്ഷേ ഹീര സേസ്, നോട്ട് ജസ്റ്റ് ക്യാമൽസ്. ഇഫ് യു വിസിറ്റ് ആ ഡെസേർട്ട് യു വിൽ സീ സ്നേക്സ്, ലിസാർഡ്സ് ആൻഡ് മെനി ഇൻസെക്ട്സ് ടു. ഹീര പറഞ്ഞു, ക്യാമൽസ് മാത്രമല്ല, ഞങ്ങൾ ഡെസേർട്ട്സിൽ സ്നേക്സ്, ലിസാർഡ്സ്, ഇൻസെക്ട്സ് എല്ലാം കാണാൻ സാധിക്കും. രവി ആലോചിച്ചു, വൈ ഡു ദി ആനിമൽസ്, ദ വെജിറ്റേഷൻ ആൻഡ് ദ വേ പീപ്പിൾ ലിവ് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്? ആർ ദേ ഓൾ റിലേറ്റഡ് ടു ഈച്ച് അതർ? സോ രവി ആലോചിച്ചു, ഓരോ സ്ഥലത്തും അവിടുത്തെ ആനിമൽസ് വേറെ വേറെയാണ്, അവിടുത്തെ പ്ലാന്റ്സ് വേറെ വേറെയാണ്, ട്രീസ് അങ്ങനെയെല്ലാം വേറെ വേറെയാണ്. ആൻഡ് അതിനനുസരിച്ചാണ് ആൾക്കാർ അവിടെ താമസിക്കുന്നത്. അവരെ ലൈഫിൻ്റെ രീതി എല്ലാം ഈ അവരെ എൻവയൺമെൻറ്റിൻ്റെ ബേസിസിലാണ് അവരെ ലൈഫിൻ്റെ രീതികൾ. അപ്പോൾ അവൻ ആലോചിച്ചു, ഈ എൻവയൺമെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണോ ആൾക്കാർ നിൽക്കുന്നത്, അതിനെന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാലോചിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓ യെസ്, വെരി മച്ച് സോ. So, teacher confirmed that there is a strong relationship between the environment in which the people live, the animals that are found there, the vegetation that is found there, and the lifestyle of the people that live in each place. So, there is a very strong relationship. All planets, animals, and human beings depend on their immediate surroundings. Often, they are also interdependent on each other. This relation between the living organisms as well as the relation between the organisms and their surroundings form an ecosystem. നമ്മൾ താമസിക്കുന്നിടത്തുള്ള എല്ലാ പ്ലാന്റ്സും ആനിമൽസും ഹ്യൂമൻ ബീങ്സും അവരെ തൊട്ടടുത്തുള്ള സറൗണ്ടിങ്ങിനായിട്ടാണ് അവർ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അതിൻ്റെ മേലെ അവർ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മളെ തൊട്ടടുത്തുള്ള എൻവയൺമെൻറ്റിൽ എന്തൊക്കെയാണോ all these things we are affected by, right? We are all dependent on our environment. Also നമ്മൾ വെറും എൻവയൺമെൻറ്റിലല്ല, ബട്ട് നമ്മൾ അടുത്തുള്ള ഹ്യൂമൻ ബീങ്സ് ആയാലും ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും അതിൻ്റെ മേത്തും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ താമസിക്കുന്ന അടുത്തുള്ള സ്ഥലത്ത് കുറേ പ്ലാന്റ്സും ട്രീസും ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന നമ്മളെ വായു ലൈക്ക് ഓക്സിജൻ ഉള്ള നല്ല റിച്ച് ആയിട്ടുള്ള എയർ ആയിരിക്കും. സോ വിൽ ഫീൽ എ ലോട്ട് ബെറ്റർ വിത്ത് ഇൻ ടേംസ് ഓഫ് അവർ ഹെൽത്ത്, ഇൻ ടേംസ് ഓഫ് ബ്രീതിങ്. ബട്ട് നമ്മൾ അതേ സമയത്ത് ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു മണ്ണ് മാത്രമുള്ള ഒരു സ്ഥലത്താണ്, നല്ല വിൻഡി ആയിട്ടുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് വെച്ചാൽ നമുക്ക് ശ്വാസം എടുക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ചാൽ ഡസ്റ്റ് ഉണ്ടാവും നമ്മൾ എയറിൽ. സോ ദാറ്റ് ഈസ് എ ഡയറക്റ്റ് ഡിപ്പെൻഡൻസി, റൈറ്റ്? സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് മോർ പ്ലാന്റ്സ് അറൗണ്ട് us. സോ ദാറ്റ് വേ വി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദി പ്ലാന്റ്സ്, ഓൺ ദി എൻവയൺമെൻറ്റ്. അതേപോലെ നമ്മൾ ഹ്യൂമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മൾ സറൗണ്ടിങ് ഏരിയയിലെ കമ്മ്യൂണിറ്റി എങ്ങനെയാണോ അത് നമ്മളെ മെൻറ്റൽ ഹെൽത്തിനെ ആയാലും നമ്മളെ നോർമൽ ഡേ ടു ഡേ തിങ്സിൽ അത് എഫക്റ്റ് ചെയ്യും. ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈച്ച് ലിവിങ് ഓർഗാനിസമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ റിലേഷൻഷിപ്പ്, പിന്നെ ഈ ലിവിങ് ഓർഗാനിസംസും അതിൻ്റെ സറൗണ്ടിങ്സും ദാറ്റ് ഈസ് നോൺ ലിവിങ് തിങ്സ് ആയിട്ടുമുള്ള ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. So, the relationship between the living organisms and the relation between the organisms and their surrounding together form an ecosystem. We should say that all the living and non-living organisms in a surrounding or an environment are interdependent on each other. There could be an ecosystem of large rainforest, grassland, desert, mountains, lakes, river, ocean and even a small pond. ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ ഇന്ന ഏരിയ അങ്ങനെയൊന്നുമില്ല. So it could be a very small place, like if you see an aquarium, നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു അക്വേറിയം ഉണ്ടാവില്ലേ, അതിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാവും, കല്ലുണ്ടാവും, വാട്ടർ ഉണ്ട് ആൻഡ് 2-3 ഫിഷ് ഉണ്ട്. അത് തന്നെ ഒരു എക്കോസിസ്റ്റമാണ്. ഫിഷിന് നീന്താനുള്ള വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ നിന്ന് അവർക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്, അതിൻ്റെ അകത്ത് പ്ലാന്റ്സ് ഉണ്ട്, അതിനെ ഇൻറ്ററാക്ട് ചെയ്യാനും അതിനെ ഹൈഡ് ചെയ്യാനുള്ള ഒരു പ്ലേസ്, അതിൻ്റെ വീട് പോലെ. ആൻഡ് നമ്മൾ ഹ്യൂമൻസ് അതിന് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ദേ ആർ ഗെറ്റിംഗ് ദ ഫുഡ് for which they are dependent on us humans. So all these things together it forms an ecosystem. So adebole a very big ocean
that can also be an ecosystem. A very big desert can also be an ecosystem. So അതിന് ഇങ്ങനെ സൈസ് ഉണ്ടെന്നൊന്നുമില്ല. It can be anything in which the living organisms and the non-living organisms are dependent on each other and have a relation between each other. Do you think the park in which Ravi and his friends played form an ecosystem? Of course, അല്ലേ? അവിടെ കുറേ plants ഉണ്ട്. So if the gardener comes and waters those plants are dependent on the humans. കുട്ടികൾ കളിക്കാൻ വരും. So the kids are dependent on the area, on that land. Plants ഉണ്ടായിരുന്നു and animals ജീവിച്ചിട്ടുണ്ടാവും because there are many plants, so they are dependent on many plants. And there were microorganisms living in the soil which was growing because നല്ല plants ഉണ്ട്, അപ്പം microorganisms അവിടെ flourish ആവും. And because microorganisms ഉണ്ട്, plants നല്ലോണം flourish ആവും. അങ്ങനെ ഉള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. So let us look at this. Do you know, on 5th June every year in the world we celebrate World Environment Day. So, and World Environment Day എന്നാണ് June 5. The word that we are going to learn is barter system. Barter system എന്ന് പറഞ്ഞ സിസ്റ്റം എന്താണ്? So it is a trade in which goods are exchanged without the use of money. നമ്മളിപ്പം ഷോപ്പിൽ പോയാൽ നമ്മൾ 100 rupees കൊടുത്തു 2 ലിറ്റർ പാല് വാങ്ങി. അതിന് നമ്മൾ എന്താണെന്ന് ചെയ്തത്? നമ്മൾ പൈസ കൊടുത്തു, സാധനം വാങ്ങി. ബട്ട് ഇൻ ബാർട്ടർ സിസ്റ്റം എങ്ങനെയാണ്? നമ്മൾ പൈസയല്ല കൊടുക്കുന്നത്. നമ്മൾ പാല് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു സാധനമാണ് തിരിച്ചു കൊടുക്കുന്നത്. സോ സാധനം വാങ്ങാൻ തിരിച്ചൊരു സാധനം കൊടുക്കണം. സോ വി ആർ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ, വിച്ച് ഈസ് ഹ്യൂമൻ എൻവയൺമെന്റ്. ഹ്യൂമൻ ബീങ്സ് ഇന്ററാക്ട് വിത്ത് ദി എൻവയൺമെന്റ് ആൻഡ് മോഡിഫൈ ഇറ്റ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. Early humans adapted themselves to the natural surroundings. They led a simple life and fulfilled their requirements from the nature around them. Human beings എന്താണ് ചെയ്യുക? നമ്മളെ എൻവയൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ എൻവയൺമെൻറ്റിനെ മോഡിഫൈ ചെയ്യും. എന്തൊക്കെയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ ചേഞ്ചസ് വരുത്തും. പണ്ടത്തെ ഹ്യൂമൻസ് എങ്ങനെയായിരുന്നു? അവർ നേച്ചറിൽ തന്നെ താമസിക്കുമായിരുന്നു. കാട്ടിൽ താമസിക്കും, കേവ്സിൽ താമസിക്കും, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു പണ്ടത്തെ ഹ്യൂമൻസ്. അപ്പം പണ്ടത്തെ ഹ്യൂമൻസ് നേച്ചറായിട്ട് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തും കൊണ്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവർ വളരെ സിമ്പിളായിട്ടുള്ള ലൈഫായിരുന്നു ജീവിച്ചത്. ആൻഡ് അടുത്തുള്ള അവരുടെ സറൗണ്ടിങ്സിലുള്ള നേച്ചറിൽ നിന്നും ഫ്രൂട്ട്സ് പറിച്ചു, ട്രീസിൽ നിന്നും, പിന്നെ ആനിമൽസിനെ ഹണ്ട് ചെയ്തു, അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചത്. വിത്ത് ടൈം നീഡ്സ് ഗ്രൂ ആൻഡ് ബിക്കെയിം മോർ വേരീഡ്. പക്ഷേ സമയം പോകുന്തോറും നമ്മൾ ആവശ്യങ്ങളും കൂടിക്കൊണ്ടിരുന്നു ആൻഡ് നമുക്ക് പല പല തരങ്ങളിലുള്ള ആവശ്യങ്ങളും വന്നുകൊണ്ടിരുന്നു. മുമ്പ് നമുക്ക് എന്തായിരുന്നു? ഭക്ഷണം കഴിക്കണം, ഉറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടാവണം, തണുക്കാൻ പാടില്ല, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണം അനിമൽസിൽ നിന്നും, അതൊക്കെ തന്നെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്? നമുക്ക് ഫോൺ വേണം, ഇൻ്റർനെറ്റ് വേണം, ഡ്രസ്സസ്, കുറേ ടൈപ്സ് ഓഫ് ഡ്രസ്സസ് വേണം, കുറേ ടൈപ്സ് ഓഫ് കാർസ് ഉണ്ട്, കുറേ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അങ്ങനെ പലതും. ഞാൻ പറഞ്ഞാൽ ബേസിക്കലി അവർ നീഡ്സ് ഗ്രൂ. We have a lot of needs now. Humans learn new ways to use and change environment. So humansന് ആവശ്യമുള്ളതിനനുസരിച്ച് അവർ എൻവയൺമെൻറ്റിനെ മാറ്റാൻ തുടങ്ങി. They learn to grow crops, domesticate animals and lead a settled life. The wheel was invented, surplus food was produced, barter system emerged, trade started and commerce developed. ഇപ്പം നമ്മൾ ആദ്യം ഫോറസ്റ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന, കേവ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒരു പീസ് ഓഫ് ലാൻഡ് എടുത്തിട്ട് നമ്മൾ അവിടെ സെറ്റിൽ ആവാൻ തുടങ്ങി. സെറ്റിലായിട്ട് അവിടെ സെറ്റിൽ ആവാന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അവിടെ, ആൻഡ് ഒരു കമ്മ്യൂണിറ്റി ഫോം ആവാൻ തുടങ്ങി. അവിടെ നമ്മൾ അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി, ഓരോ ടൈപ്സ് ഓഫ് ഫാമിങ്. സോ വീറ്റ് ഗ്രോ ചെയ്യാൻ തുടങ്ങി, റൈസ് ഗ്രോ ചെയ്യാൻ തുടങ്ങി, കുറേ വെജിറ്റബിൾസ് ഗ്രോ ചെയ്യാൻ തുടങ്ങി, കുറേ ആനിമൽസിനെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഹോഴ്സ്, കൗ, ഗോട്ട്, അങ്ങനെ പലതും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. ആൻഡ് വി ഗോട്ട് മിൽക്ക് ഫ്രം ദെം ഓർ ഈവൻ മീറ്റ്. ആൻഡ് അങ്ങനെ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കാൻ തുടങ്ങി. പിന്നെ വീൽ ഇൻവെൻ്റ് ആയി. എന്താ വെച്ചാൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡിനെയോ അല്ലെങ്കിൽ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു. അപ്പം പൊന്തിച്ചു കൊണ്ടുപോകുന്നത് വളരെ ഡിഫിക്കൾട്ടായിരുന്നു. അങ്ങനെ അവർ അതിനെ ഈസി ആക്കുക എങ്ങനെയാണെന്ന് ആലോചിച്ചു. അപ്പം വീൽ ഇൻവെൻ്റ് ആയി, കുറേ ഫുഡ് ഉണ്ടാക്കി. അപ്പം ഇപ്പം നമുക്ക് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ മുമ്പ് എങ്ങനെയായിരുന്നു? ഫുഡ് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ഇപ്പം എന്താണ്? നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്, അത് കാരണം നമുക്ക് എക്സ്ട്രാ ഫുഡ് ഉണ്ട്, അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യാം. അപ്പം നമുക്ക് ഫുഡില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒന്നും ഗ്രോ ആവാത്ത സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ സ്റ്റോറേജ് ഓപ്ഷൻസ് തുടങ്ങി. ബാർട്ടർ സിസ്റ്റമായി. അപ്പുറത്തെ വീട്ടിൽ അവരെ അടുത്ത് കുറേ പശുക്കളുണ്ട്, നിങ്ങളുടെ അടുത്ത് കുറേ റൈസിൻ്റെ ഫാം ഉണ്ട്.
അപ്പം നിങ്ങൾക്ക് പക്ഷേ പാല് വേണം, അവർക്കും റൈസ് വേണം. അവർക്ക് റൈസ് ഗ്രോ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല. അപ്പം നിങ്ങൾ എന്താക്കി പറഞ്ഞു, ഞാൻ നിനക്ക് റൈസ് തരാം, എൻ്റെ അടുത്ത് എക്സ്ട്രാ ഉള്ളത് നീ എനിക്ക് പാല് തന്നു. അപ്പം അങ്ങനെ ബാർട്ടർ സിസ്റ്റം ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ ട്രേഡ് സ്റ്റാർട്ടായി. ഒരു ഏരിയയിലെ ആൾക്കാർ അടുത്തുള്ള എക്സ്ട്രാ സാധനങ്ങൾ വേറൊരു ഏരിയയിലെ ആൾക്കാരുടെ അടുത്തേക്ക് വിറ്റു. ആൻഡ് അവരുടെ അടുത്ത് നിന്ന് വേറെ സാധനങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗോൾഡ് കോയിൻസ് ഓർ എനി ഫോം ഓഫ് അതർ തിങ്സ്. അങ്ങനെ ട്രേഡ് സ്റ്റാർട്ടായി. പിന്നെ കോമേഴ്സ് ആയി. അപ്പോൾ ഇപ്പോൾ പൈസ എങ്ങനെ വന്നു, ആൻഡ് വി സ്റ്റാർട്ടഡ് ബിസിനസ്, വി സ്റ്റാർട്ടഡ് സെല്ലിങ് തിങ്സ്. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എനേബിൾഡ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അപ്പം ആദ്യം നമ്മൾ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയിരുന്നു. ഇപ്പം ഇൻഡസ്ട്രി ഉണ്ട്, വലിയ വലിയ മെഷീൻസ് ആണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. തുണികൾ ഉണ്ടാക്കാൻ തുടങ്ങി വലിയ വലിയ മെഷീൻസ്. ആദ്യം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വീവ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്യാറ്. Transportation became faster. Information revolution made communication easier and speedy across the world. So if you see in this little paragraph, നമുക്ക് സ്റ്റാർട്ടിങ് മുതലുള്ള ഹ്യൂമൻസിൻ്റെ ഓരോ നീഡ്സും അതിനനുസരിച്ച് നമ്മൾ ചെയ്ത ചേഞ്ചസും കാണാൻ സാധിക്കും അല്ലേ. വി interacted with the environment and changed the environment according to our needs. Have you ever thought why you love eating a juicy watermelon in summer and hot roasted peanuts in winter? A perfect balance is necessary between the natural and human environment. Humans must learn to live and use their environment in a harmonious way. ആ ബാലൻസ് എങ്ങനെയാണ്, ഒരു നാച്ചുറലി തന്നെ നമുക്ക് വന്നതാണ്. സോ സമ്മറിൽ ചൂടായിരിക്കും. അപ്പം വാട്ടർമെലൺ ഇറ്റ് ഗ്രോസ് ഇൻ സമ്മർ ആൻഡ് ഇറ്റ് ഈസ് എ കൂളിംഗ് തിങ്. സോ വി ലൈക്ക് ടു ഈറ്റ് വാട്ടർമെലൺ ഇൻ സമ്മർ. ബട്ട് അറ്റ് ദ സെയിം ടൈം തണുപ്പ് കാലത്ത് നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ചൂടുള്ള ഒരു എരിവുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കഴിക്കാൻ തോന്നുക, ഉപ്പ് അങ്ങനത്തെ. സോ ഈ പീനട്ട്സ് നമ്മൾ റോസ്റ്റ് ചെയ്തും കൊണ്ടുള്ള പീനട്ട്സ് കഴിക്കാൻ തോന്നും നമുക്ക്. പക്ഷെ പീനട്ട്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അത് വിൻ്ററിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. സോ ദറ്റ് ഈസ് ലൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ദ നേച്ചർ ആൻഡ് ഹ്യൂമൻ എൻവയൺമെൻറ്റ്. നമ്മളെ എൻവയൺമെൻറ്റിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഹാർമോണിയസ് രീതിയിൽ, ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ട് പറഞ്ഞാൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. അത് നമ്മൾ പഠിക്കുകയും വേണം. Noori, a girl from Mizoram from Ravi's class, often talks about the lush green surroundings of her place. Seeing Ravi upset at having lost his playground, Noori invited him to visit her home state during the coming vacation. Ravi's teacher asked the students to draw the landscape, houses, and activities of the places and people and places they visit during the holiday. നൂരി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ട്. അവർ മിസോറാമിൽ നിന്നാണ്. അവരുടെ സറൗണ്ടിങ്, അവരുടെ നാട്ടിലെ പറ്റി പറയായിരുന്നു. അത് അവിടെ നല്ല ഗ്രീൻ ആയിട്ടുള്ള ഏരിയ ആണ്, നല്ല പച്ചപ്പും അതെല്ലാം ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന്. രവീൻ്റെ ആ പ്ലേ ഗ്രൗണ്ട് പോയ ആ സങ്കടം കണ്ടിട്ട് നൂരി പറഞ്ഞു, അത് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ, എൻ്റെ നാട്ടിലേക്ക് വരൂ ഈ വെക്കേഷൻ്റെ സമയത്ത് എന്ന്. സോ ടീച്ചർ പറഞ്ഞു, രവീൻ്റെ ടീച്ചർ, അത് വെറെവർ യു ആർ ഗോയിങ് ട്രൈ ടു ഡ്രോ എങ്ങനെയാണ് ആ ലാൻഡ്സ്കേപ്പ് ഉള്ളത്, അടുത്തുള്ള വീടുകൾ എങ്ങനെയാണ്, ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ ഡ്രോ ചെയ്യാമെന്ന് ടീച്ചർ പറഞ്ഞു. സോ നിങ്ങളും നിങ്ങളെ സറൗണ്ടിങ് ഏരിയയിലുള്ളതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക, കമൻസിലിടുക. അവിടുത്തെ നിങ്ങളെ സറൗണ്ടിങ് ഏരിയയിൽ എങ്ങനത്തെ വീടുകളാണ്, അവിടുത്തെ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് സെക്ഷനിലിടുക. So with that we have completed this chapter, and ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും with the notes and important points from this chapter. So I'll see you in my next video. Till then, bye.